ബഷീറിലൂടെയും ഉരുവിലൂടെയും കോഴിക്കോടിനെ അറിഞ്ഞ് വിദേശ സംഘം. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സഞ്ചാരികൾ കോഴിക്കോട്ടെ വിസ്മയ കാഴ്ചകൾ നേരിട്ടറിഞ്ഞു. 34 രാജ്യങ്ങളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികളാണ് കോഴിക്കോടിന്റെ പാരമ്പര്യവും ചരിത്രവും തേടിയെത്തിയത്. ബേപ്പൂരിലെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം, ആകാശമിട്ടായും ഒരു നിർമ്മാണശാലയും സംഘം സന്ദർശിച്ചു. ബഷീർ കഥകളും ചിന്തകളും ആകാശമിട്ടായിയുടെ പ്രസക്തിയും ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പങ്കുവച്ചു. ബേപ്പൂർ BC റോഡിന് സമീപം ബഷീർ സ്മാരകത്തിന് പിൻവശം ചാലിയാർ തീരത്ത് കക്കാടത്ത് ഒരു നിർമ്മാണശാല സന്ദർശിച്ച സംഘത്തിന് തച്ചന്മാരുടെ മനക്കണക്കും കോഴിക്കോട്ടെ ഗലാസികളുടെ മേക്കരുത്തും ഒത്തുചേരുന്ന ഒരു നിർമ്മാണ രീതിയും ഉരുവിലൂടെ വന്നുചേർന്ന വിദേശ വ്യാപാര ബന്ധങ്ങളും വിശദീകരിച്ചു നൽകി. ഖത്തറിലേക്ക് അയക്കാനുള്ള ഉരുവാണ് നിലവിൽ ഇവിടെ പണിയുന്നതെന്ന് നിർമ്മാണശാല ഉടമ ജിഷ്ണു പറഞ്ഞു. കോഴിക്കോടിന്റെ ആതിഥ്യ മര്യാദയും കലയും സംസ്കാരവും ലോകോത്തരമാണെന്ന് ഫ്രാൻസിൽ നിന്നെത്തിയ സോഫിയ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഊഷ്മളതയും തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് റഷ്യൻ സ്വദേശി കരാലിൻ പറഞ്ഞു. റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, US, UK, സ്ലോവാക്യ, ലബനൻ, ഇറ്റലി, കസാഖിസ്ഥാൻ, സൗദി അറേബ്യ, ബൾഗേറിയ, ഇസ്രായേൽ, അർമേനിയ, ജോർദാൻ തുടങ്ങി പോളണ്ട്, പോർച്ചുഗൽ, ദക്ഷിണ കൊറിയ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പ്രധാനമായും സംഘത്തിലുണ്ടായിരുന്നത്. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചെയർപേഴ്സൺ P. രാധാഗോപി, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് ചന്ദ്രൻ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ T. നിഖിൽദാസ്, സ്റ്റോറി ടെല്ലർ രജീഷ് രാഘവൻ എന്നിവർ സന്ദർശനത്തിൽ പങ്കാളികളായി. കേരളത്തിന്റെ വെൽനസ് ടൂറിസം സാധ്യതകൾ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദ്വിദിന അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കോഴിക്കോടൻ വിഭവങ്ങൾ ആസ്വദിച്ചും കലാരൂപങ്ങൾ കണ്ടും സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ന്യൂസ് ഡെസ്ക്, മലബാറി ന്യൂസ്.